ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ അള്ളാഹ് ചേർത്ത് പറഞ്ഞത് എന്താണ്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന. വിശുദ്ധ ഖുർആന്റെ പല ആയത്തുകളിലും അള്ളാഹുവിനോടുള്ള ഇബാദത്ത് പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട കടമകളെ സംബന്ധിച്ചാണ്. അപ്പൊ ഇതിൽ തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. വേറെയും ആയത്തുകളുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അവിടെ ഇഹ്സാനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഏറ്റവും വലിയ തെറ്റ് തിന്മ അത് ഷിർക്കാണ്. ആ ഷിർക്ക് കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാതാപിതാക്കളോടുള്ള ഉഖൂഖാണ്. ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് എന്ത്? അലാ ഉഖ്ബിറുക്കും ബി അക്ബരിൽ കബായിരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, കബായിറുകളിൽ തന്നെ ഏറ്റവും വലുത്. കബായിറുകളെ കുറിച്ചല്ല, അവിടെ പോയിന്റ് മനസ്സിലാക്കണം. ആയത്തുകളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന വിഷയം പറഞ്ഞു. പിന്നീട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. കബായിറുകളിൽ ഏറ്റവും വലുത്. കബായിറുകളെ കുറിച്ചല്ല, മനസ്സിലാക്കണം. ഇവിടെ പോയിന്റ് അതാണ്. കബായിറുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നല്ല, കബായിറുകളിൽ തന്നെ കബായിർ, അതിൽ തന്നെ ഏറ്റവും വലുത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വഹാബത്ത് പറഞ്ഞു, അതെ അള്ളാഹുവിന്റെ റസൂലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത് പറഞ്ഞു ഉഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളോടുള്ള അനുസരണക്കേടാണ്. ഇവിടെ ചില ആളുകൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് മാസത്തിലൊരു 10,000 അയച്ചു കൊടുത്താൽ അതിലെല്ലാവരും ഉണ്ട്. ചില ആളുകൾ ഇസ്ലാമികമായിട്ടൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും, അതായത് നിസ്കാരം എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും നിർബന്ധമാണല്ലോ. സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾ, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകൾ, അത് സ്ത്രീകളാകട്ടെ അതല്ലെങ്കിൽ പുരുഷന്മാരാകട്ടെ, താടി വെച്ചിട്ടുള്ള ആളുകൾ, തിങ്കളും വ്യാഴാഴ്ചയും അതല്ലെങ്കിൽ അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് നോമ്പടക്കമുള്ള നോമ്പുകൾ നോൽക്കുന്ന ആളുകൾ പലരും മാതാപിതാക്കളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കൂടെ അള്ളാഹ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളത്. കബായിറുകളിൽ തന്നെ വലിയ പാപങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ ഷിർക്ക് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് മാതാപിതാക്കളോടുള്ള ഉഖൂഖാണ്, മാതാപിതാക്കളോടുള്ള അനുസരണക്കേടാണ്. പക്ഷെ ഈ ആളുകൾ പോലും ഈ വിഷയത്തില് വളരെ മോശമായി പെരുമാറുന്ന ആളുകളാണ്. ഈ ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കണം. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറയും കുരച്ചിടുക എന്ന് പറയും. ഇങ്ങനെ ഈ സുന്നത്ത് നോമ്പ് നോക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയണത്. അതല്ലാത്ത ആളുകൾ വേറെ ഉണ്ട്, അവരെ കുറിച്ച് വേറെ തന്നെ പറയണം. ഞങ്ങളുടെ നാട്ടിൽ പറയും കുരച്ചിടുക, മാതാപിതാക്കളോടും ഉമ്മാനോടും ബാപ്പാനോടും കുരച്ചിടുക. അങ്ങനെ കുരച്ചു ചാടുന്ന ആളുകളാണ് പല ആളുകളും. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ വേറെയും ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഷിർക്കിന് ശേഷം വലിയ തിന്മയായിട്ട് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് മാതാപിതാക്കളോടുള്ള ഉഖൂഖാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തന്ന നന്മകളുണ്ട്, ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരത്തിന് തിരിച്ച് നമ്മൾ അങ്ങോട്ട് എന്ത് നന്മ ചെയ്തു കൊടുത്താലും അതിന് പകരാവില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് ഖിദ്മത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്താലും, നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും ചെയ്തു കൊടുത്താലും, ചെറുപ്പത്തിൽ അവര് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള നന്മകൾക്ക് അത് പകരമാകില്ല എന്നുള്ളതാണ് ഈ ദുനിയാവില്. അപ്പൊ നമ്മൾ എത്രമാത്രം ഖിദ്മത്തുകൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അവിടെ ഒരു സംഗതി ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു സംഗതി, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ചെയ്തുന്ന നന്മകൾക്ക് അത് മതിയാകും. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെയ്യാനുള്ള സാഹചര്യമല്ല. അത് ഏതാന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അത് പഠിപ്പിച്ചു. ഏതാണത്? അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ആ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താലാണ് നമ്മുടെ മാതാവും നമ്മുടെ പിതാവും നമുക്ക് ചെയ്തു തന്നിട്ടുള്ള, അവര് സഹിച്ചിട്ടുള്ള ത്യാഗത്തിന് പകരാകുള്ളൂ. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്സി വലദുൻ വാലിദഹു. ഇവിടെ വാലിദി എന്നുള്ളത് കൊണ്ട് മാതാവും ഉദ്ദേശിക്കും പിതാവും ഉദ്ദേശിക്കും, രണ്ടു കൂട്ടരും. ഒരു മകനും അവന്റെ മാതാപിതാക്കൾ അവന് ചെയ്തു കൊടുത്ത നന്മക്ക് പകരം ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല. അത് ഒരാൾക്കും സാധ്യമല്ല. ഇല്ലാ നജിദഹു മംലൂക്കൻ ഫയഷ്തരീഹി ഫയുഅതികഹു. അവന്റെ മാതാവിനെയും
അവന്റെ പിതാവിനെയും അവൻ അടിമയായിട്ട് കാണുന്നു. അവർ രണ്ടുപേരും അടിമകളാണെന്നുള്ളത് വിചാരിക്കുക. ആ അടിമകൾ അവനെ മോചിപ്പിക്കുന്നു, അവരെ അവൻ സ്വതന്ത്രരാക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അവന്റെ മാതാപിതാക്കൾ അവന് ചെയ്തു കൊടുത്ത നന്മക്ക് അത് പകരമാവും. അവന്റെ ഉമ്മയും അവന്റെ വാപ്പയും അവന് ചെയ്തു കൊടുത്ത, അവൾക്ക് ചെയ്തു കൊടുത്ത ഹിദ്മത്തിന്, നന്മകൾക്ക് പകരമാകും. എന്നാൽ അത് ചെയ്യാനുള്ള സാഹചര്യമില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതിനുള്ള ഒരു സാഹചര്യം ഇന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, നമ്മൾ എത്ര തന്നെ ഖിദ്മത്ത് ചെയ്തു കൊടുത്താലും ശരി, അതൊരിക്കലും അവർ നമുക്ക് ചെയ്തു തന്ന ഖിദ്മത്തിന്, അവർ നമ്മളെ നോക്കി വളർത്തിയതിന് പകരം നിൽക്കുകയില്ല എന്നുള്ളത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കളെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുൽ ബിർറിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തിനെ നമ്മുടെ സലഫുകൾ എങ്ങനെ തത്ബീഖ് ചെയ്തു, അതിലൊരുപാട് സംഭവങ്ങൾ അദ്ദേഹം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ബുഖാരിന്റെ അദബുൽ മുഫ്രദില് ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ നുഐം റഹ്മത്തുള്ളാഹിയുടെ ഹില്യയിൽ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ചില സംഭവങ്ങൾ, ഉവൈസ് റളിയല്ലാഹു തആല അൻഹു, ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മിൻ സാദാത്തി താബീൻ എന്ന പേരിലാണ്. താബീങ്ങളുടെ കൂട്ടത്തിലെ പ്രഗൽഭൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് ചരിത്രത്തിൽ. പക്ഷേ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച ആളാണ്. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം സഹാബി എന്ന പേരിൽ അറിയപ്പെട്ടില്ല? അദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറു താബിഈൻ എന്നുള്ളതാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സനാ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഉവൈസിനോട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടിയിട്ട് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടും എന്തുകൊണ്ട് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു സഹാബിയായില്ല? അതിന് കാരണം പറയുന്നത്, അദ്ദേഹം യമനിലായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അതിയായ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസിലെ കാര്യം പറഞ്ഞു, താബീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ റജുലുൻ യുഖാലു ലഹു ഉവൈസ് എന്ന് പറയുന്ന ഒരാളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. വലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, അദ്ദേഹത്തിന് ഒരു പിതാവുണ്ട്, ആ പിതാവിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ആര്? ഉവൈസ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂ നുഐം ഹില്യയിൽ അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഉവൈസുൽ ഖറനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗൽഭനാണ്, അദ്ദേഹം സാഹിദാണ്, അദ്ദേഹം വിവരമുള്ളവനാണ്. എന്നിട്ട് അദ്ദേഹം പറയണ, ഇന്നമാ മന ഉവൈസ് അൻ യഖ്ദമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർറഹു ബി ഉമ്മിഹി. ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടുന്നതിൽ നിന്നും ഉവൈസിനെ തടഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് അദ്ദേഹം ചെയ്ത ഖിദ്മത്തുകളാണ്. അദ്ദേഹം ഉമ്മാക്ക് ഖിദ്മത്തുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരാനും അള്ളാഹുവിന്റെ പ്രവാചകനെ നേരിൽ കാണാനും ഉവൈസ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അബൂ നുഐം അദ്ദേഹത്തിന്റെ ഹില്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ ഖിദ്മത്ത് ചെയ്ത ആളുകളാണ് ആര്? നമ്മുടെ സലഫുകളായ ആളുകൾ. ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉവൈസുൽ ഖറനി റഹ്മത്തുള്ളാഹി അലൈഹി കുറ്റം പറഞ്ഞോ? അദ്ദേഹത്തെ കുറ്റം പറയുന്നതിന് പകരം അദ്ദേഹത്തെ സനാ ചെയ്തു, അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും. ഉവൈസ് പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു മഹത്വം പറയുന്നത് ഹദീസിൽ അതാണ്. ഉവൈസ് ദുആ ചെയ്താൽ അതിന് ഉത്തരം കിട്ടും. അങ്ങനെയുള്ള സ്വാലിഹായ മുത്തഖിയായ ഒരു മനുഷ്യനാണ് ഉവൈസുൽ ഖറനി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സനാ ചെയ്തു. അങ്ങനെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുത്ത ആളുകളാണ് സലഫുകളായ ആളുകൾ. ഇവിടെ ഈ പ്രവാസികളായ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലരും വിചാരിച്ചിട്ടുള്ളത് ഒരു 10,000 അതല്ലെങ്കിൽ മാസത്തിൽ ഒരു 20,000 മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്താൽ മാതാപിതാക്കളോടുള്ള ബാധ്യത തീർന്നു എന്നുള്ളതാണ്. അത് ശരിയല്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്തുകളിൽ ഇഹ്സാൻ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഇഹ്സാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ ഒന്നിലധികം ഷറകൾ വന്നിട്ടുണ്ട്. ഇഹ്സാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതേപോലെ തന്നെ അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇവിടെ പല ആളുകളും മാസത്തിൽ കുറച്ച് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാതാപിതാക്കളോടുള്ള ബാധ്യത തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അതല്ല യഥാർത്ഥത്തിൽ ഇഹ്സാൻ കൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇഹ്സാൻ കൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത് അതല്ല.
അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്, അവരെ ആദരിക്കുക എന്നുള്ളതാണ്, അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇന്ന് മാതാപിതാക്കളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന മക്കൾ വളരെ കുറവാണ്. ചെലവിന് കൊടുക്കുന്നുണ്ടാകും, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാകും, താമസിക്കാനൊരു വീട് കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അവരെ സ്നേഹിക്കേണ്ട രൂപത്തില് സ്നേഹിക്കുക. കാരണം നമ്മളെ വളർത്തി വലുതാക്കിയവർ അവരാണ്. നമുക്ക് എന്തെല്ലാം നമ്മൾ നേടിയിട്ടുണ്ടോ, അതിന്റെയൊക്കെ പിന്നില് അവരുടെ വിയർപ്പാണ്, അവരുടെ അധ്വാനമാണ്. അതുകൊണ്ട് അവരെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക. അതേപോലെ തന്നെ അനുസരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കളുടെ അനുസരണം എന്നുള്ളത് നിർബന്ധമാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട്. ഹറാമല്ലാത്ത കാര്യമാണെങ്കിൽ, മഅസിയത്തല്ലാത്ത കാര്യമാണെങ്കിൽ, അതല്ലാത്ത വിഷയങ്ങളിൽ മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കൽ വാജിബാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അനുസരണത്തിന്റെ കാര്യത്തിൽ വളരെ മോശമാണ് പല ആളുകളും. അല്ല, ഇന്ന് മാതാപിതാക്കൾക്ക് വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിന്റെ സ്ഥാനം പോലും കൊടുക്കാത്ത ആളുകളാണ്. കാരണം ഒരു പട്ടിക്ക് വീട്ടിലുള്ള എല്ലാ റൂമിലും കയറി ചെല്ലാൻ പറ്റും, ആ വീട്ടിലുള്ള എല്ലാ റൂമിലും പട്ടിക്ക് പ്രവേശിക്കാം, പട്ടിക്ക് എൻട്രി ഉണ്ട്. പക്ഷെ മാതാപിതാക്കൾക്ക് പല വീടുകളിലും ചില റൂമുകളിലേക്ക് എൻട്രി ഇല്ല. പല വീടുകളിലും സെക്യൂരിറ്റിന്റെ ഒരു സ്ഥാനം മാത്രമാണ് മാതാപിതാക്കൾക്കുള്ളത്. ആ വീട്ടിലുള്ള ജോലികൾ എടുക്കുക, അവിടെയുള്ള മക്കളെ നോക്കുക, അവിടെയുള്ള ആളുകൾക്ക് ഹിദ്മത്ത് എടുക്കുക, ഒരു വേലക്കാരന്റെ സ്ഥാനം, ഒരു സെക്യൂരിറ്റി, ആ ഒരു സ്ഥാനം മാത്രമാണ് പല മാതാപിതാക്കൾക്കും നാട്ടിലുള്ളത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം ഭാര്യ പറയുന്നത് കേട്ടിട്ട് മാതാപിതാക്കളുടെ നേരെ കുതിര കയറുന്ന ഒരുപാട് മക്കളുണ്ട്. ഇതിനൊക്കെ അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും, അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും. ഒരാളും ഈ മാതാപിതാക്കളോടുള്ള ഹുഖൂഖിന്റെ ഒരു പ്രത്യേകത, അതിനുള്ള ശിക്ഷ അള്ളാഹ് പരലോകത്തേക്ക് മാറ്റി വെക്കൂല എന്നുള്ളതാണ്. പരലോകത്ത് വേറുണ്ടാവും. ദുനിയാവിൽ വെച്ചിട്ട് തന്നെ 2 വാതിലുകളുണ്ട്, 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങൾക്കുള്ള ശിക്ഷ അള്ളാഹ് പരലോകത്ത് വെച്ചിട്ട് തന്നെ കൊടുക്കും. മരിക്കുന്നതിന് മുമ്പ് അവർക്കത് കിട്ടുന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്ന് ഹുഖൂഖുൽ വാലിദൈനാണ്. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ്. അവർ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന മക്കളുണ്ട്, മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ആളുകളുണ്ട്. അനാവശ്യം വരെ പട്ടി എന്ന് വിളിക്കുക, നായ എന്ന് വിളിക്കുക. പട്ടി നായ, നാവെടുത്താൽ ജനിപ്പിച്ച മാതാപിതാക്കളെ നായ പട്ടി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. തന്ത തള്ള, ഈ രൂപത്തിലുള്ള പല വർത്താനങ്ങളാണ്. തന്തേന്ന് വിളിക്കും, തള്ളേന്ന് വിളിക്കും. അത് നിയന്ത്രിക്കാൻ നമ്മൾക്ക് പറ്റണം. നമ്മുടെ മക്കളാണെങ്കിലും ശരി, നമ്മുടെ ഭാര്യയാണെങ്കിലും ശരി, ഇത് ഹുഖൂഖാണ്, ഇത് ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അപ്പൊ ഇത് ചെലവിന് കൊടുത്തു എന്നുള്ളത് കൊണ്ട് എന്താവില്ല, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ വീടുണ്ട്, അതിനുള്ള സൗകര്യം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവരോടുള്ള ഇഹ്സാൻ നിർവഹിച്ചവരായിത്തീരില്ല. പല വീടുകളിലും ബോൾ പോലെയാണ് മാതാപിതാക്കളെ തട്ടിക്കളിക്കാണ്. മക്കള് കണക്ക് പറയാണ്. ഒരാഴ്ച മൂത്ത മകന്റെ വീട്ടില്, അടുത്ത ആഴ്ച രണ്ടാമത്തെ മകന്റെ വീട്ടില്, അടുത്ത ആഴ്ച വേറെ മകളുടെ വീട്ടില്. അതിന്റെ പേരിൽ പോലും പ്രശ്നങ്ങളാണ്. കാരണം മാതാപിതാക്കളെ ഇഹ്സാൻ ചെയ്തു കൊടുക്കാൻ പറ്റൂല. ആ ഒരു രൂപത്തിൽ ഇന്നത്തെ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൃദ്ധസദനങ്ങളിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളോട് ചോദിച്ചു നോക്കി, അവർക്ക് ചെലവിന് കിട്ടാത്തത് കൊണ്ടല്ല പല ആളുകൾ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്, അവർക്ക് താമസിക്കാൻ ഒരു വീടില്ലാത്തത് കൊണ്ടല്ല പല ആളുകൾ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അവർ പറയുന്നത് എന്താ വെച്ചാല്, ഈ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ വയ്യ എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് തൊട്ടാൽ പ്രശ്നം, ഇത് പ്രശ്നം, അത് പ്രശ്നം, അങ്ങോട്ട് കയറാൻ പാടില്ല, ഇങ്ങോട്ട് കയറാൻ പാടില്ല, അഭിപ്രായം പറയാൻ പാടില്ല, ഒന്നും ചോദിക്കാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ഒരടിമയായിട്ട് എന്ത് ചെയ്യണം, ആ വീട്ടിൽ നിന്നോളാം. അതിന് പറ്റാത്തത് കൊണ്ട് മാത്രം വീട് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കും വന്നിട്ടുള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇങ്ങനെ കുത്തി പറയാ, അനാവശ്യങ്ങൾ പറയാ, ഇത് തന്നെ. അപ്പോൾ മുസ്ലിങ്ങൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ഇബാദത്ത് കഴിഞ്ഞാൽ അടുത്ത പറഞ്ഞ എന്താ, വബിൽ വാലിദൈനി ഇഹ്സാന എന്നുള്ളത്. അപ്പോൾ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലഹിയുടെ ചരിത്രത്തിൽ പറഞ്ഞത് അതാണ്. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലഹി താബികളിൽ പ്രഗത്ഭനാണ്. മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലഹി, അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, ഇദാ കാന മുഹമ്മദ് ഇബ്നു സീരീൻ ഇദാ കാന ഇൻദ ഉമ്മി അഫള മിൻ സൗതിഹി, അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ അടുത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തിയിട്ട് സംസാരിക്കും. ഉമ്മാനോട് സംസാരിക്കുമ്പോൾ വതകല്ലമ റുവൈദ, വളരെ സാവകാശത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഉമ്മാനോട് ഇതൊക്കെയാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാല്. ചില ആളുകളൊക്കെ ഉമ്മാനോട് സംസാരിക്കുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ പിതാവിനോട് സംസാരിക്കുന്നത് കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചിട്ട് പോകും. അത്രക്കും മോശമായിട്ടായിരിക്കും മാതാപിതാക്കളോട് സംസാരിക്കുക. ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ സാവധാനത്തില്, വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട്. കാരണം ഇതൊക്കെയാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാല്, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ സീറ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈന്തപ്പനകൾക്ക് നല്ല വില കൂടി, നല്ല വില ഉള്ള ഒരു ടൈമാണ്.
ആ ടൈമിൽ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അതിന്റെ ജുമ്മാറ് വേണം, അതിന്റെ കാമ്പ് വേണം. ആ വെള്ള സാധനം ഉണ്ടല്ലോ, വെട്ടിയെടുത്തിട്ട് ആ സാധനം, അതിന്റെ ജുമ്മാറ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് മാതാവ് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ ഈന്തപ്പന വെട്ടിമുറിച്ചിട്ട് അതിന്റെ ജുമ്മാറെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് കൊടുത്തു. ഇത് കണ്ട ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ വഅൻത തറന്നഖലത ഖദ് ബലഗത് അൽഫൻ. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഒരു ഈന്തപ്പന മരത്തിന് 1000 ദിർഹം വില എത്തിയിട്ടുണ്ട്, എന്നിട്ട് ആ ഈന്തപ്പന മുറിച്ചു കളയെ, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അവർക്ക് കൊടുത്ത മറുപടി, ഇന്ന ഉമ്മി സാലത്തിനി, എന്റെ ഉമ്മ എന്നോട് അത് ചോദിച്ചു. എന്റെ ഉമ്മ എന്നോട് ഈന്തപ്പനയുടെ ജുമ്മാറ് വേണമെന്നുള്ളത് എന്റെ ഉമ്മ എന്നോട് ആവശ്യപ്പെട്ടു. വലാ തസ്അലുനി ശൈഅൻ അഖ്ദിറു അലൈഹി ഇല്ലാ അതൈതുഹാ. അവരെന്നോട് എന്ത് തന്നെ ചോദിച്ചാലും ശരി, എനിക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്റെ ഉമ്മാക്ക് അത് നൽകും. ഉസാമ റളിയല്ലാഹു തആല അൻഹു പറയണം, അന്ന് 1000 ദിർഹാണ് അതിന്റെ വില. അത് വെട്ടിമുറിച്ചിട്ട് അതിന്റെ ജുമ്മാറെടുത്തിട്ട് അദ്ദേഹത്തിന്റെ മാതാവിന് തിന്നാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ്. ഇത് ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സംഭവം സ്വഹീഹാണ് എന്നുള്ളത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ആ മാതാവ് ആഗ്രഹിച്ചത് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇപ്പൊ നമ്മുടെയൊക്കെ പല വീടുകളിലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്, അതിൽ എത്ര കാര്യം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും പ്രവാസികളൊക്കെ ഈ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. നാട്ടിൽ പോയാൽ പോലും മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കാൻ പല ആളുകൾക്കും സമയമല്ല. നമ്മുടെ ഭാര്യ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ അങ്ങനെ അവിടേക്ക് കറങ്ങാൻ പോകും, മറ്റു സ്ഥലത്തേക്ക് പോകും, അവിടെ പോകും, ഇവിടെ പോകും, ആ സാധനങ്ങൾ മേടിക്കും, അത് മേടിക്കും. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ ഒരു മരുന്നിന് ആവശ്യപ്പെട്ടാൽ പോലും അത് കൊണ്ടുവന്ന് കൊടുക്കാൻ പോലും മടിയുള്ള ആളുകളുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വബിൽ വാലിദൈനി ഇഹ്സാന. അവരുടെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അത് അനുവദനീയമായ കാര്യമാണെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അവരൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നമ്മൾ അവരെ കൊണ്ടുപോവുക. അവർക്ക് ചിലപ്പോൾ ചില ആളുകളുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്ന് തന്നെ മുടി വെട്ടണം എന്ന് പറയും. ഒരു സഹോദരൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. വാപ്പ സ്ഥിരം മുടി വെട്ടുന്ന ഒരു കടയിൽ തന്നെ പോകണം, പക്ഷെ മകൻ കൊണ്ടുപോയില്ല. അതെന്താ? ഏത് സ്ഥലത്തുനിന്ന് വെട്ടിയാൽ പോരാ മുടി. മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വാപ്പ മരണപ്പെട്ടു, പിന്നീട് അയാൾ അതിൽ ഖേദിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഉസ്മാമ റളിയല്ലാഹു തആല അൻഹു ചെയ്തത് കണ്ടില്ലേ? അവിടെ പണം പ്രശ്നമല്ല, അവിടെ ഉമ്മാന്റെ ആഗ്രഹം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും മീത ഉമ്മയാണ്. ഉമ്മാനെ നമ്മൾ തലക്ക് മുകളിൽ വെക്കണം, കാലിന്റെ അടിയിലല്ല. ഇന്ന് പല മക്കളും മാതാപിതാക്കളെ വെച്ചിട്ടുള്ളത് കാലിനടിയിലാണ്. അവര് പറഞ്ഞത് കേട്ടോളണം. എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല, എന്തെങ്കിലും അഭിപ്രായം ചോദിക്കൂല. അഭിപ്രായം പറഞ്ഞാൽ തന്നെ മിണ്ടാതിരിക്കുന്നും പറയും. അങ്ങനെ കാലിന്റെ അടിയിൽ വെക്കേണ്ട ആളുകളല്ല മാതാപിതാക്കൾ എന്നുള്ളത്. എത്രയോ ഹദീസുകൾ അതിൽ വന്നിട്ടുണ്ട്. അവരുടെ കാലിന്റെ അടുത്താണ് സ്വർഗം, മാതാപിതാക്കളുടെ കാലിന്റെ അടുത്താണ് സ്വർഗം. സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അതിൽ ദഈഫായിട്ടുള്ള ഹദീസും വന്നിട്ടുണ്ട്, സ്വഹീഹായിട്ടുള്ളതും വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ഹിദ്മത്തുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഹൈവ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം താബീങ്ങളിൽ പ്രഗത്ഭനാണ്. ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യുഅല്ലിമുൻ നാസ്, ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈവ റഹ്മത്തുള്ളാഹി അലൈഹി. ഫതഖൂലു ലഹു ഉമ്മുഹു, അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മ വന്നിട്ട് അദ്ദേഹത്തോട് പറയണ, കും യാ ഹൈവ ഫൽകി ശഅയറ ലിദ്ജാജി, എഴുന്നേറ്റിട്ട് ആ കോഴികൾക്ക് തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാണ്, ഹദീസ് പഠിപ്പിക്കാണ്. ആ സമയത്താണ് ഉമ്മ ആ സദസ്സിലേക്ക് കയറി വന്നിട്ട് ഹൈവ റഹ്മത്തുള്ളാഹി അലൈഹിയോട് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പറയണത്. ഇവിടെ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അദ്ദേഹം എന്താ ചെയ്തത്? ദർസ് കഴിയട്ടെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഉമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഫയത്തുറക്കു ഹൽഖതഹു വയദ്ഹബ് ലിഫഇലി മാ അമറതഹു ഉമ്മുഹു ബിഹി. അദ്ദേഹം ആ ഹൽഖ ഒഴിവാക്കിയിട്ട് ആ ദർസിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മ എന്താണോ പറഞ്ഞത് അത് അദ്ദേഹം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ബിർറിൽ, അതേപോലെ തന്നെ മറ്റു പല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം. ആ ദർസിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് കോഴിക്ക് തീറ്റ കൊടുത്തു എന്നുള്ളതാണ്. അവിടെ അദ്ദേഹത്തിന് കാരണങ്ങൾ പറയാം, ന്യായങ്ങൾ പറയാം, ഞാൻ ദർസിലാണെന്നുള്ളത് പറയാം. പക്ഷെ ഇസ്ലാം മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം അത് വലിയ സ്ഥാനമാണ്, പ്രത്യേകിച്ചും മാതാക്കൾക്ക്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സഹവസിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചല്ലോ. അപ്പൊ 3 പ്രാവശ്യം ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മക്കാണ് അവിടെ ഒന്നാമത്തെ പ്രാധാന്യം. 4ാമത്തെ പ്രാവശ്യമാണ് ഉപ്പ എന്ന് പറഞ്ഞു. അതിന് പല വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം നിന്റെ ഉമ്മയോടാണെന്നുള്ളത് പറഞ്ഞു. ഏറ്റവും നന്നായിട്ട്, ഏറ്റവും മാന്യമായിട്ട് പെരുമാറേണ്ടതും സഹവസിക്കേണ്ടതും ഇടപെടേണ്ടതും മാതാപിതാക്കൾ, പിന്നെ ഉമ്മാനോടാണ്, ഉപ്പാനോടാണ്.
ഇന്ന് ഏറ്റവും മോശമായിട്ട് പെരുമാറുന്നത് ആരോടാണ്? മാതാപിതാക്കളോടാണ്. നമ്മുടെ കമ്പനിയിൽ നിന്ന് ബോസ് വല്ല ചീത്തയും പറഞ്ഞാൽ, അല്ലെങ്കിൽ മാനേജർ വല്ല ചീത്തയും പറഞ്ഞാൽ, അല്ലെങ്കിൽ മക്കളടുത്ത് നിന്ന് വല്ല പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഭാര്യന്റെ അടുത്ത് വല്ല പ്രശ്നം ഉണ്ടായാൽ, എല്ലാവരും അവരുടെ അരിശം തീർക്കുന്നത് ആരോടാണ്? മാതാപിതാക്കളോടാണ്. മാതാപിതാക്കൾ 4 ചീത്ത പറഞ്ഞെങ്കിൽ അന്നത്തെ ഉറക്കം കിട്ടുള്ളൂ പല ആളുകൾക്കും. മാതാപിതാക്കൾ 4 ചീത്ത വിളിക്കണം, അപ്പൊ ഒരു സമാധാനം. ഇതൊക്കെ എത്ര ഗൗരവമുള്ള സംഗതികളാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഇതൊക്കെ തിരുത്താൻ നമുക്ക് പറ്റണം. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ എന്താന്നുള്ളത് നോക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ പരിഗണിക്കണം. ഇന്ന് പല വീടുകളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ മാതാപിതാക്കളെ പരിഗണിക്കണില്ല എന്നുള്ളതാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, മാതാപിതാക്കൾക്ക് ഏറ്റവും പരിഗണന കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കാണ്. അപ്പൊ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും മാന്യമായിട്ട് പെരുമാറേണ്ടത് നിന്റെ ഉമ്മയോടാണ്, ഏറ്റവും മോശമായിട്ടല്ല. എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറും. ഭാര്യനോട് മാന്യ ഡീസന്റ് ആയിരിക്കും, മക്കളോട് ഡീസന്റ് ആയിരിക്കും, സഹപ്രവർത്തകർക്കിടയിൽ ഡീസന്റ് ആയിരിക്കും. ഇനി വല്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണെങ്കിൽ അതിലും ഡീസന്റ് ആയിരിക്കും. എന്നാൽ വീട്ടിൽ വന്നാൽ മാതാപിതാക്കളോട് ഏറ്റവും വൃത്തികെട്ട രൂപം, ഏറ്റവും ചീപ്പായിട്ട്, തറയായിട്ട് പെരുമാറുന്ന ആളുകളായിരിക്കും. അവിടെ മാതാവിന് 1-ാം സ്ഥാനം കൊടുക്കാനുള്ള കാരണം ഒന്ന് പറഞ്ഞു, അവരുടെ ഗർഭം, അവരുടെ പ്രസവം, അവരുടെ മുലയൂട്ടല്, കുട്ടികൾക്ക് കൊടുക്കുന്ന തർബിയത്ത്. വേറൊരു കാരണം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, അവര് സ്ത്രീകളല്ലേ, പൊതുവെ ദുർബലരായിരിക്കും, ലോലഹൃദയരായിരിക്കും. അപ്പൊ അവരെ നേരെ പലരും തിരിയും. അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. പിതാവിനോട് പറയാൻ ധൈര്യപ്പെടാത്ത, ചെയ്യാനും പറയാനും ധൈര്യപ്പെടാത്ത പല കാര്യങ്ങളും പിന്നെ ഉമ്മാനോട് ചെയ്യും. കാരണം ആ മനസ്സരിവുള്ള ആളുകളാണല്ലോ ഉമ്മമാരെന്നുള്ളത്. അപ്പൊ അവരോട് എന്ത് ചെയ്യും? ധിക്കാരം കൂടുതൽ കാണിക്കും, അവഗണന കൂടുതൽ കാണിക്കും. അവരെ നന്നായിട്ട് ചീത്ത വിളിക്കുക, നന്നായിട്ട് അനാവശ്യം പറയാം. അടിക്കുന്ന മാതാപിതാക്കൾ വരെ, മക്കൾ വരെ ഉണ്ട്. മാതാപിതാക്കളെ അടിക്കുന്ന മക്കൾ വരെ ഉണ്ട്. അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ലോകം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം മക്കളെ എഞ്ചിനീയർ ആക്കും, മക്കളെ ഡോക്ടറാക്കും, IT-യിൽ നല്ല ജോലി വാങ്ങിക്കൊടുക്കും. ഇസ്ലാമികമായിട്ടുള്ള ഈ മൂല്യങ്ങൾ പഠിപ്പിക്കണില്ല, ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവെക്കുന്ന മക്കൾ ഡോക്ടർമാരാണ്. മാതാപിതാക്കളെ കൊണ്ടുപോയി അവിടെ പ്രവേശിപ്പിക്കുന്ന ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ആളുകളാണ്. അത് മുസ്ലിം സമൂഹത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മക്കൾക്ക് ദീന് കൊടുക്കണം, ഉമ്മാനോട് ഉപ്പാനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കണില്ല. അതിനു പകരം ദുനിയാവിന്റെ വിഷയങ്ങൾ മാത്രം. കാരണം ലക്ഷ്യം വെക്കുന്നത് നല്ലൊരു ജോലിയാണ്. കാരണം സ്റ്റാറ്റസ്, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണല്ലോ, സ്റ്റാറ്റസ് ആണ്. മാതാപിതാക്കൾക്ക് ഇല്ലാത്തതും എന്താണ്? സ്റ്റാറ്റസ് ആണ്. അപ്പൊ മാതാപിതാക്കൾ അടിമകളായിട്ട് കഴിയണം. അവർക്കൊരു പരിഗണനയില്ല, അവർക്ക് വിദ്യാഭ്യാസമല്ല, അവർക്ക് അഭിപ്രായങ്ങൾ അറിയില്ല, ലോകത്തെ പറ്റി അറിയില്ല. ഇതൊക്കെയാണല്ലോ ഇന്നത്തെ പ്രശ്നങ്ങള്. അപ്പോ മക്കൾക്ക് ഈ വിഷയത്തിൽ ദീന് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദീന് കൊടുക്കുക എന്നുള്ളത് 6-ാം ക്ലാസ് വരെ, 7-ാം ക്ലാസ് വരെ മദ്രസയിൽ പോകുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ, ഈ രംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോട് ഒരാൾ വന്നുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഖുർആൻ പഠിക്കണം, ആ ഖുർആൻ പഠിക്കുന്ന സമയത്തിൽ എന്റെ ഉമ്മ എന്നെ വിളിക്കണം, ഞാൻ ആ ഉമ്മാക്ക് ഉത്തരം കൊടുക്കണോ? അദ്ദേഹം പറഞ്ഞു, ആ ഉമ്മാക്ക് ഉത്തരം കൊടുക്കണം, ആ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. ആര് പറഞ്ഞു കൊടുക്കണം? അസൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുക്കണം. ഇവിടെ ജുറൈജിന്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പല തവണ ആവർത്തിച്ച് ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ജുറൈജിന്റെ സംഭവം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ആബിദായിരുന്നല്ലോ ജുറൈജ്. ഇവിടെ നമുക്കുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് ജുറൈജിന്റെ സംഭവത്തിൽ. അദ്ദേഹം ഒരു കുടിൽ കെട്ടിയിട്ട് അതിൽ ഇബാദത്ത്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാണ്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളാണല്ലോ ജുറൈജ്. നല്ല ആബിദാണ്, നല്ല മനുഷ്യനാണ്, മുത്തഖിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മ വന്ന് അദ്ദേഹത്തെ വിളിച്ച സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഹദീസാണത്. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം നിസ്കാരത്തിലാണ്. അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുക്കണോ, നിസ്കരിക്കണോ? അദ്ദേഹം നിസ്കാരം തുടർന്നു. അങ്ങനെ പിറ്റേ ദിവസം ഉമ്മ വന്ന് ഉമ്മാനെ വിളിച്ചു. ജുറൈജ് നിസ്കാരത്തിലാണ്. ജുറൈജ് ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല, നിസ്കാരം തുടർന്നു. 3-ാമത്തെ ദിവസം അത് തന്നെ സംഭവിച്ചു. അങ്ങനെ 4-ാമത്തെ ദിവസം ആ ഉമ്മ വന്നപ്പോ, ജുറൈജ് നിസ്കാരത്തിൽ തുടർന്നപ്പോ ആ ഉമ്മാക്കത് സഹിച്ചില്ല. ആ ഉമ്മ ജുറൈജിനെതിരെ പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഉമ്മ ദുആ ചെയ്തത്, വ്യഭിചാരിണികളുടെ മുഖത്ത് നോക്കാതെ എന്റെ മകനെ മരിപ്പിക്കരുത് എന്നുള്ളതാണ് ദുആ ചെയ്തത്. വേശ്യകളുടെ മുഖത്ത് നോക്കാതെ എന്റെ മകനെ മരിപ്പിക്കരുത് എന്നുള്ളത്. അതിന്റെ വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, ജുറൈജിനെ ഫിത്തനയിലാക്കാനാണ് ജുറൈജിന്റെ ഉമ്മ പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ ആ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഉമ്മാന്റെ ദുആ എന്നുള്ളത്. മക്കൾക്കെതിരെയുള്ള മാതാപിതാക്കളുടെ ദുആ എന്നുള്ളത് സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. അങ്ങനെ ജുറൈജിന്റെ ഉമ്മാന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. പിന്നീട് ഒരു വേശ്യപ്പെണ്ണ് ജുറൈജിനെ സമീപിച്ചത്, ജുറൈജ് അവളെ തിരിച്ചയച്ചത്, പിന്നീട് ആ വ്യഭിചാരിണി മറ്റൊരു ഇടയനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിലും പിന്നെ ഒരു കുട്ടിയുണ്ടായി.
ഇത് നാട്ടുകാർക്കിടയിൽ പരസ്യമായി. ആര് പറഞ്ഞു ഇത് ജുറൈജിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു ആ സ്ത്രീ. ആ സംഭവം നമുക്കറിയാലോ. അങ്ങനെ ജുറൈജ് ആ കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ കുട്ടിയെ കൊണ്ടുവന്നു. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ കുട്ടിന്റെ വയറ്റത്ത് കുത്തി. എന്നിട്ട് ആ കുട്ടിനോട് ചോദിച്ചു, ആരാണ് നിന്റെ വാപ്പ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി സംസാരിച്ചു, ഇടയനാണെന്നുള്ളത് പറഞ്ഞു. ആ സംഭവം അതിന് നമുക്കുള്ള പാടെന്താ? അവിടെ ഉമ്മ അതിന്റെ വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഉമ്മ വന്നത് എന്തിനാണെന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. ഉമ്മ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, വഹുവ ഇബിനി വൈന്നി കല്ലം തുഹു ഫഅബാനുക്കല്ലിമനി. ഉമ്മ എന്തോ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജുറൈജിന്റെ അടുത്തേക്ക് വന്നത്. വലിയ സീരിയസ് ആയിട്ടുള്ള സംഗതി ഒന്നല്ല. ജുറൈജ് നിസ്കാരത്തിലാണ്. ഇവിടെ പ്രശ്നം എന്താ? ജുറൈജിന്റെ മാതാവിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാനുള്ള കാരണം എന്താ? ജുറൈജ് നിസ്കരിച്ചപ്പോ മാതാവിന്റെ വിളിക്കുത്തരം കൊടുത്തില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. ഇവിടെ നമ്മളും ജുറൈജും നിൽക്കുന്നത് എവിടെയാണ്? അവിടെ അള്ളാഹ് ജുറൈജിന്റെ കറാമത്ത് വെളിപ്പെടുത്തി. ആ കുട്ടി സംസാരിച്ചു, ജുറൈജിനെ അള്ളാഹ് രക്ഷപ്പെടുത്തി. കുറച്ച് സമയമെങ്കിലും ജുറൈജ് ആ നാട്ടിൽ അപമാനിക്കപ്പെട്ടു. ജുറൈജിന്റെ ആ കുടിൽ ആ നാട്ടുകാർ തകർത്തു. ജുറൈജിനെ പൊതിരെ തല്ലി. അതൊക്കെ ആ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ അപമാനിക്കപ്പെടാനുള്ള കാരണം എന്താ പാടുണ്ടായത്? നിസ്കരിക്കുന്ന ജുറൈജ് സ്വന്തം ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല എന്നുള്ളതാണ് അടുത്ത വിഷയം. നിസ്കാരത്തിലുള്ള ജുറൈജ് ഉത്തരം കൊടുത്തില്ല എന്നുള്ളത്. നമ്മളോട് നമ്മുടെ മാതാപിതാക്കൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണം, എന്തെല്ലാം ആഗ്രഹങ്ങൾ പറയണം, എന്തെല്ലാം അവർക്ക് പറയാൻ ആഗ്രഹം. നമ്മളത് ചെവി കൊടുക്കുന്നുണ്ടോ? നമ്മളത് നമ്മളത് അനുസരിക്കുന്നുണ്ടോ? നമ്മളവരെ പരിഗണിക്കുന്നുണ്ടോ? ഇവിടെ നിസ്കാരത്തിലുള്ള ജുറൈജ് മാതാവിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല്, നിസ്കാരം എന്നുള്ളത് സുന്നത്താണ്. ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത് വാജിബാണ്. അവിടെ ജുറൈജ് ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ആ നിസ്കാരം അവസാനിപ്പിച്ചിട്ട് ഉമ്മയോട് സംസാരിക്കണമായിരുന്നു. അത് ജുറൈജ് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലെങ്കിൽ ജുറൈജ് കച്ചവടത്തിലല്ല, ജുറൈജ് കൃഷിപ്പണിയിലല്ല, ജുറൈജ് വേറെന്തെങ്കിലും ഏർപ്പാടിലല്ല, ജുറൈജ് നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന ജുറൈജിന്റെ ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല എന്നുള്ളതാ പ്രശ്നം. ജുറൈജ് അപമാനിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇത് നല്ലോണം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ദുനിയാവിൽ നിന്ന് വെറുതെ പോകില്ല. അപ്പൊ ഗുഹാവാസികളുടെ സംഭവം അറിയാലോ. 3 ആളുകൾ യാത്ര പോയി. മഴ പെയ്തപ്പോൾ അവർ ഗുഹയിൽ കയറി. വലിയൊരു പാറക്കല്ല് വന്നിട്ട് ആ ഗുഹാമുഖം അടച്ച സംഭവം അറിയാലോ. അവസാനം 3 ആളുകളും തള്ളി നോക്കി. ആ പാറക്കല്ല് നീങ്ങണ്ടേ? പാറക്കല്ല് നീങ്ങണില്ല. ഭൗതികമായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അവരെ കൊണ്ട് ആ പാറക്കല്ല് തള്ളി നീക്കിയിട്ട് ആ ഗുഹന്റെ പുറത്തിറങ്ങാൻ പറ്റൂല. അത് അടഞ്ഞു കിടക്കുകയാണ്. ഭൗതികമായിട്ടുള്ളത് അവിടെ നഷ്ടപ്പെട്ടു. അവര് തീരുമാനിച്ചു, ഓരോരുത്തരും ചെയ്ത നല്ല സൽക്കർമ്മങ്ങൾ വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിൽ ആദ്യത്തെ ആള് പറഞ്ഞത് എന്താ? എനിക്ക് വയസ്സായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ രാത്രി എന്റെ കുട്ടികളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, വേലക്കാരുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുമ്പ്, പാല് കൊടുക്കുന്നതിന്റെ മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ പാല് കൊടുക്കും. അങ്ങനെ ഞാനൊരു ദിവസം ദൂര സ്ഥലത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ വന്നു, പാല് കറന്നു, മാതാപിതാക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പാത്രം പിടിച്ചിട്ടിരുന്നു. അവരെ ഉണർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ ഉറക്കിലാണ്. അവരുടെ ഉറക്ക് അത് കളയുന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ പാത്രം പിടിച്ചിട്ടിരുന്നു. അങ്ങനെ ഫജറായി എന്നുള്ളതാ. കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാലിന്റെ അടുത്തുണ്ടായിരുന്നു. ഫജർ ആകുന്നത് വരെ ആ പാലിന്റെ പാത്രം പിടിച്ചിട്ട് അദ്ദേഹം ഇരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ അവർ എണീറ്റു. ഫജറായപ്പോൾ അവർക്ക് ആ പാല് കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുത്തു. 1-ാമത്തെ ആൾ ദുആ ചെയ്തു. ആ പാറക്കല്ല് ഒരല്പം നീങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇത്ര വലിയ ഒരു പാറക്കല്ലിനെ പോലും നീക്കാൻ ശക്തിയുള്ള ഒരു സംഗതിയാണ്, ഒരു സൽപ്രവർത്തനമാണത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. നമ്മളെ ദുനിയാവിൽ ഒരു വലിയ കുടുക്കിൽ നമ്മൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്തുകളോ എന്തോ ആകട്ടെ, അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തനം എന്നുള്ളത് എന്താണ്? അത് മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നന്മകളാണ്. അങ്ങനെ അവർ 3 പേരും പ്രാർത്ഥിച്ചു. ആ പാറക്കല്ല ഗുഹാമുഖത്ത് നിന്ന് പോയി എന്നുള്ളത്, അത് നീങ്ങിപ്പോയി, അവർ പുറത്തു വന്നു എന്നുള്ളത് ബുഖാരിയിലും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇവിടെ എന്താ? അയാൾ വേറെ ആർക്കും പാല് കൊടുത്തില്ല, മാതാപിതാക്കളെ വിളിച്ചുണർത്തിയതുമില്ല. ഇതാണ് ശരിക്കും ഇഹ്സാൻ. അവരോട് കാണിക്കേണ്ട റഹ്മത്ത്, അവരോട് കാണിക്കേണ്ട സ്നേഹം, ആദരവ്, ബഹുമാനം. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. എത്രയോ ആസാറുകൾ, എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ബിറിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എന്താണ് ബിറ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയുന്നത് അവരോട് മഅൽ ലുത്ഫി വലീനിൽ ജാനിബി,
അവരോട് സ്നേഹം കാണിക്കുക, അവരോട് ആർദ്രത കാണിക്കുക. ഫലാ യുഅയ്യിദു ലഹുമാ ഫിൽ ജവാബി, ഉത്തരം പറയുമ്പോ ശബ്ദം കനപ്പിച്ചിട്ട് ഉത്തരം പറയാതിരിക്കുക. ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗത്ഭനായിട്ടുള്ള താബിയാണ്. അദ്ദേഹത്തെ ഒരിക്കൽ ഉമ്മ വിളിച്ചു. ഇബ്നു ഔൻ ഉമ്മ വിളിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം അല്പം ഉയർന്നു. അദ്ദേഹത്തിന് ആകെ ബേജാറായി. കാരണം ശബ്ദം ഉയർത്തിയിട്ടാണ് ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുത്തത്. അദ്ദേഹം 2 അടിമകളെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഒരു തെറ്റ് ചെയ്തതിന് കാരണം ഷിർക്ക് കഴിഞ്ഞാൽ അടുത്ത തെറ്റ്, ഏറ്റവും വലിയ തെറ്റ് ഉഖൂഖുൽ വാലിദൈനാണ്, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്, അവരെ അവഗണിക്കലാണ്, അവരോട് മോശമായി പെരുമാറില്ല. ഒറ്റയടിക്ക് അദ്ദേഹം 2 അടിമകളെ മോചിപ്പിച്ചു. അടിമന്റെ വില അറിയാലോ, ഒരടിമക്ക് 2 അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചു. എന്തിന്? വിളിച്ചപ്പോ മാതാവിന് ഉത്തരം കൊടുത്തപ്പോ ശബ്ദം എന്ന് ഉയർന്നു പോയതാ. നമ്മളെ 100 വട്ടം വിളിച്ചാലും ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കലുണ്ടാവില്ല, അല്ലെ? 100 വട്ടം വിളിച്ചാലും മാതാപിതാക്കളുടെ വിളിക്ക് ഉത്തരം കൊടുക്കാതെ എത്രയോ മക്കളുണ്ട്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയണ ഉത്തരം കൊടുക്കുമ്പോൾ ശബ്ദം കനപ്പിക്കാതിരിക്കുക. അതേപോലെ തന്നെ വലാ യഹിദ്ദുൻ നദറു ഇലൈഹിമാ, തുറപ്പിച്ചു നോക്കാതിരിക്കുക മാതാപിതാക്കൾ. ചില ആൾക്കാരെ നോട്ടമുണ്ടല്ലോ, മാതാപിതാക്കൾ ഭസ്മമായി കളയുന്ന നോട്ടം നോക്കും ചില ആൾക്കാർ. അവരുടെ ദേഷ്യം മുഴുവൻ നോട്ടത്തിലാണ് തീർക്കും. ഇനി എന്തെങ്കിലും മുണ്ടിയൽ കിട്ടും, അടി പൊട്ടുന്നുള്ള രൂപത്തിലായിരിക്കും ആ നോട്ടം. ഇങ്ങനെ മാതാപിതാക്കളെ നോക്കണ മക്കളുണ്ട്. ഇബ്നു ഉസൈമീൻ പറഞ്ഞതുപോലെ ഇവരൊക്കെ ദുനിയാവുന്ന അനുഭവിക്കും. ഇബ്നു ഉസൈമീൻ പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങനെ അളക്കണോ അങ്ങനെ നിങ്ങൾക്കും അളന്നു കിട്ടും. അൽ ജസാഉ മിൻ ജിൻസിൽ അമലി, ചെയ്തതിന് അതേപോലെ തിരിച്ചു കിട്ടും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ധിക്കരിച്ചിട്ട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള ആൾക്കാരാണോ, നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ദുനിയാവിന്ന് കിട്ടുന്ന ശിക്ഷകളിൽ ഒന്ന് അതാണ്. ഒന്ന്, ചിലർക്ക് ബർക്കത്ത് ഉണ്ടാവില്ല, നല്ല ജോലി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും, മക്കളൊക്കെ. പക്ഷെ ഒരു ബർക്കത്ത്, ഒരു സമാധാനവും ഈ ഈ പൈസ എന്ന് പറഞ്ഞ സാധനത്തിനാ മനുഷ്യനൊരു സമാധാനത്തോടെ ജീവിക്കാനല്ലേ. ഇത് പൈസ ഉണ്ടായിട്ട്, നല്ല ജോലി ഉണ്ടായിട്ട്, നല്ല വാഹനം ഉണ്ടായിട്ടും, നല്ല വീടുണ്ടായിട്ടും ഈ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ പിന്നെ ഈ നല്ല ജോലി എന്തിനാ, പിന്നെ ഈ മക്കളെന്തിനാ, പിന്നെ ഈ ഭാര്യ എന്തിനാ? ഇങ്ങനെ ഈ മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ അടിച്ചമർത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ ബർക്കത്ത് നഷ്ടപ്പെടും. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണം, അവരെ രൂക്ഷമായിട്ട് നോക്കാതിരിക്കുക. വലാ യർഫഉ സൗതഹു അലൈഹിമ, അവരുടെ 2 പേരുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്താതിരിക്കുക. ബൽ യകൂനു ബൈന യദൈഹാ മിസ്ലൽ അബ്ദി ബൈന യദൈ സയ്യിദി തദല്ലലുഹുമ, മാതാപിതാക്കളുടെ മുന്നിൽ എങ്ങനെയിരിക്കണം? ഒരു യജമാനന്റെ മുന്നിൽ അടിമ നിൽക്കുന്നത് പോലെ. ഒരടിമ ആ അടിമയുടെ യജമാനന്റെ മുന്നിൽ എങ്ങനെ നിൽക്കുക? വിനയത്തോടെ. ഒരടിമ നിൽക്കുന്നത് താന്നുകൂന്ന് വളരെ വിനയത്തോടു കൂടി. അങ്ങനെ ആയിരിക്കണം എന്ത്? മക്കള് മാതാപിതാക്കളുടെ മുന്നിൽ. ഇത് നേരെ തിരിച്ചാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? മാതാപിതാക്കള് ഈ മക്കളുടെ മുന്നിൽ വിനയം കാണിച്ചിട്ട് കെട്ടി വരും. ഇല്ലെങ്കിൽ അവർക്ക് ആ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല. ആ വീട്ടിൽ സ്വൈരം കിട്ടൂല, സമാധാനം ഉണ്ടാവില്ല, പ്രശ്നങ്ങളായിരിക്കും, ചോറായിരിക്കും. അപ്പൊ തിന്നാൻ കൊടുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ഇഹ്സാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ പരിഗണിക്കുക, അനുസരിക്കുക, അവരെ അനുസരിക്കുക. തെറ്റല്ലാത്ത കാര്യങ്ങൾ അനുസരിക്കൽ എന്ന നിർബന്ധ. തെറ്റല്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുക. ഇനി അത് കഴിയാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നല്ല വാക്ക് പറയാ, അവരെ സമാധാനിപ്പിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ എന്താന്നുള്ളത് നോക്കുക, അവരുടെ ഇഷ്ടങ്ങൾ എന്താന്നുള്ളത് നോക്കുക, എന്നിട്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു രൂപത്തിൽ നമ്മൾ മാറണം. നമ്മളുടെ മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയും വേണം. ആ രൂപത്തിൽ നമ്മൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത